ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ടര മാസങ്ങൾക്കിടയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ട എക്കാലത്തെയും വലിയ വിജയങ്ങൾ നേടിയെടുത്ത 3 സിനിമകളുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ, കേരള കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആവേശം, വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. വൈകാതെ റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യമേ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 38 കോടി 80 ലക്ഷം രൂപയാണ് സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 46 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഓവർസീസ് കളക്ഷൻ $4 മില്യൺ മുകളിലാണ്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് സിനിമ 83 കോടി 3 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തു എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട വിവരം. വിനീത് എന്ന സംവിധായകന്റെ കരിയറിലെയും ഒപ്പം തന്നെ പ്രണവ്, നിവിൻ, ഒപ്പം തന്നെ ധ്യാൻ തുടങ്ങിയ സിനിമയിലെ പ്രധാന റോളിലെത്തിയ സിനിമയിലെ നടന്മാരുടെ കരിയറിലെയും ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് തിയേറ്ററുകളിൽ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് വർഷങ്ങൾക്ക് ശേഷം മാറിയിരിക്കുകയാണ്. ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയ മറ്റൊരു വിഷു ഈദ് സിനിമയായിരുന്നല്ലോ ആവേശം. ഫഹദ് നായകനെത്തിയ സിനിമയുടെയും ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 76 കോടി 10 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ $6 മില്യൺ മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ ലോകമെമ്പാട് നിന്നും 156 കോടി ഗ്രോസ് കളക്ഷനാണ് ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഫഹദ് നായകനെത്തിയ സിനിമകളിൽ റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ഈ മലയാളം സിനിമ ആവേശം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ കരിയറിലെ മഞ്ഞുമൽ ബോയ്സ് 2018 ആടുജീവിതം കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുന്ന 4ാമത്തെ സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആവേശം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ദി ഗോട്ട് ലൈഫ് അഥവാ ആടുജീവിതം എന്ന പൃഥ്വിരാജ് നായകനെത്തിയ ബ്ലസി സിനിമയിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഫൈനൽ ഗ്രോസ് ആയിട്ട് 79 കോടി 30 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 99 കോടിയാണ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. പാൻ ഇന്ത്യൻ റിലീസായിട്ട് എത്തിയ സിനിമ ഓവർസീസ് രാജ്യങ്ങളിലെ $7 മില്യൺ മുകളിൽ കളക്ഷൻ നേടിയെടുത്തപ്പോൾ ലോകമെമ്പാട് നിന്നും 158 കോടി 50 ലക്ഷമാണ് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. പൃഥ്വിരാജ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന മലയാളം സിനിമയായിട്ട് ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ മഞ്ഞുമൽ ബോയ്സ് 2018 എന്നീ സിനിമകൾ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന 3ാമത്തെ മലയാളം സിനിമ കൂടിയാണ് ആടുജീവിതം. വീഡിയോയിൽ പറഞ്ഞ 3 സിനിമകളും വലിയ വിജയങ്ങൾ നേടിയെടുത്ത മലയാളം സിനിമകളാണ്. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.